ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മത്തങ്ങ പച്ചടിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം മത്തങ്ങ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതേ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 1/4 കപ്പ് തേങ്ങ നമ്മൾ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചെറിയുള്ളി. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടുന്ന ആവശ്യത്തിലുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ 1 സ്പൂണ് കടുക് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. ഒരുപാട് അരിഞ്ഞു പോകാത്ത രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിതാ നമ്മൾ മത്തങ്ങ ആദ്യം വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് 2 കഷ്ണം പച്ചമുളക്, 2 പച്ചമുളക് കീറിയതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം മത്തങ്ങ നല്ലതുപോലെ വെന്തതിന് ശേഷം നമ്മൾ തവി കൊണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകണ്ട, എന്നാലും ചെറിയ രീതിയിൽ ഒന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ് തൈര് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളതിലേക്ക് കടുക് വറുത്തൊഴിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിതിലേക്ക് വറ്റൽമുളകും കടുകും കൂടി ഇട്ടതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി മൂപ്പിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയായി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കൂട്ടുകാർ മുഴുവനായിട്ടൊന്ന് കാണണം. എനിക്ക് വാച്ച് അവറൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. മുഴുവനായിട്ട് കണ്ടതിന് ശേഷമാണ് കമൻറ്റൊക്കെ ഇടാറുള്ളത്. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട്